ഭർത്താക്കന്മാരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കണം. ചില പെണ്ണുങ്ങൾ ചുമ്മാ എപ്പോ വന്നാലും കിബില തെറ്റി കിടക്കുള്ളൂ. അപ്പൊ അത് ശരിയല്ല. ഭർത്താക്കന്മാരോടുള്ള അവർക്ക് ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട്. ഇവർക്ക് ചിലപ്പോ താല്പര്യം കുറവായിരിക്കും. പോരാ, ഭർത്താവിന്റെ ആഗ്രഹം നീ ഇഷ്ടപ്പെടുത്തി കൊടുക്കണം, പൂർത്തിയാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രസവ വേദനയെടുത്ത് വഹിയ അല ഖതബ്, ഖതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്, പ്രസവ സമയമായി 10 മാസമായി, ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഉത്തരവാദിത്തമാണ് നിനക്ക് ഭർത്താവിനോട്, അല്ലെങ്കിൽ അവൻ വഴികെട്ടു പോകും. ചില ഭാര്യമാർക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ താല്പര്യം കാണുകയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ഭർത്താവെങ്ങാനും നിന്നെ വെറുതെ ഒരു ഭാര്യയാക്കി വെച്ചിട്ട് അവന്റെ ശാരീരിക ഇച്ഛ പൂർത്തിയാക്കാൻ അവനെങ്ങാനും പുറത്തുപോയി ഹറാമിന്റെ വഴികളിലേക്ക് പെട്ടുപോയാൽ നാളെ അതിന്റെ ശിക്ഷ നീയാണ് ഏറ്റുവാങ്ങേണ്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക. ഭർത്താവ് വല്ലതും കൽപ്പിച്ചാൽ അത് ശിരസാ വഹിക്കുന്ന പെണ്ണ്, ഭർത്താവ് പറയുന്ന അങ്ങോട്ട് അനുസരിക്കുന്ന പെണ്ണ്. ഭർത്താവ് ഗൾഫിൽ പോയാൽ ഭർത്താവിന്റെ നമ്പര്, നിന്റെ നമ്പര് മറ്റാർക്കും കൊടുക്കാതെ, നിന്റെ വീട്ടിലേക്ക് അന്യപുരുഷനെ പ്രവേശിപ്പിക്കാതെ ഭർത്താവിന്റെ സ്വത്തുകളും മുതലുകളും സൂക്ഷിച്ചു കഴിയുന്ന പെണ്ണേ, നീയാണ് സ്വാലിഹത്തായ പെണ്ണ്. മാത്രമല്ല, നീ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഏ സഹോദരിമാരെ, യാ മഅ്ശറൻ നിസാ, ഏ സ്ത്രീവർഗമേ, ലൗ തഅലമന ബിഹഖി അസ്വാജികുന്ന അലൈകുന്ന ലജഅലത്തിൽ മർഅതു മിൻകുന്ന തംസഹുൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജ്ഹിഹാ. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപത്നി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലോകത്തെ സ്ത്രീ രത്നങ്ങളെ നോക്കിക്കൊണ്ട് സ്ത്രീ സമൂഹമേ, ലൗ തഅലമന ബിഹഖി അസ്വാജികുന്ന അലൈകുന്ന, നിങ്ങൾക്കെങ്ങാനും ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ ഭർത്താക്കന്മാരോടുള്ള കടപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഏ സഹോദരിമാരെ, ലജഅലത്തിൽ മർഅതു മിൻകുന്ന, നിങ്ങളിൽപ്പെട്ട സ്ത്രീവർഗമാകുമായിരുന്നു, തംസഹുൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജ്ഹിഹാ, നിങ്ങളുടെ കർണപുടം കൊണ്ട്, നിങ്ങളുടെ നെറ്റി കൊണ്ട്, നിങ്ങളുടെ നാവ് കൊണ്ട് ഭർത്താവിന്റെ കാലിന്റെ കീഴിലുള്ള പൊടിപടലങ്ങൾ നിങ്ങൾ നക്കിയെടുക്കുമായിരുന്നു, ഒപ്പിയെടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ.